ആദ്യമായി സബ്സിഡിയെക്കുറിച്ച് തന്നെ പറയാം. പലർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴിയാണ് ഇപ്പോൾ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കുന്നത്. 1 കിലോവാട്ട് സിസ്റ്റത്തിന് 30,000 രൂപ സബ്സിഡി, 2 കിലോവാട്ട് സിസ്റ്റത്തിന് 60, 3 കിലോവാട്ടോ അതിന് മുകളിലോ ആണെങ്കിൽ പരമാവധി 78,000 രൂപയാണ് സബ്സിഡിയായി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 3 കിലോവാട്ടിന് മുകളിൽ നിങ്ങൾ എത്ര വലിയ സിസ്റ്റം വെച്ചാലും സബ്സിഡി തുക 78,000-ൽ 1 രൂപ പോലും കൂടുതലായി കിട്ടില്ല. അതുകൊണ്ട് സാധാരണ വീടുകൾക്ക് 3 കിലോവാട്ട് സിസ്റ്റമാണ് ഏറ്റവും ലാഭകരമെന്ന് പറയപ്പെടുന്നു. സോളാർ വയ്ക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2026 ജനുവരി 1 മുതൽ നിലവിൽ വന്നിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും റെഗുലേഷനുകളെക്കുറിച്ചുമാണ്. മുമ്പ് 1 മെഗാവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഗാർഹിക ഉപഭോക്താക്കൾക്ക് 3 കിലോവാട്ട് വരെ മാത്രമേ സാധാരണ നിലയിൽ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 5 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 30% സംഭരിക്കാൻ ശേഷിയുള്ള ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലാത്തപക്ഷം നിങ്ങൾ നൽകുന്ന വൈദ്യുതിക്ക് പകരം കുറഞ്ഞ നിരക്ക് മാത്രം ലഭിക്കുന്ന നെറ്റ് ബില്ലിംഗ് രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. വൈകുന്നേരങ്ങളിലെ ഉപയോഗവും TOD ബില്ലിംഗും സംബന്ധിച്ച് ധാരാളം ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. TOD റീഡിങ്ങിനെ സംബന്ധിച്ച് അത് കാണുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പകൽ സോളാർ ഉണ്ടാക്കുന്ന വൈദ്യുതി രാത്രി ഉപയോഗിക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന്. ഇവിടെയാണ് ടൈം ഓഫ് ഡേ അഥവാ TOD ബില്ലിന്റെ പ്രാധാന്യം. കേരളത്തിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പീക്ക് അവറായി കണക്കാക്കപ്പെടുന്നത്. പുതിയ നിയമപ്രകാരം പകൽ നിങ്ങൾക്ക് KSEBിക്ക് നൽകുന്ന 1 യൂണിറ്റ് വൈദ്യുതി കൊണ്ട് പീക്ക് അവറിൽ 1 യൂണിറ്റ് തിരികെ എടുക്കാൻ പറ്റില്ല. പീക്ക് അവറിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 1.5 എന്ന നോർമലൈസേഷൻ ഫാക്ടർ ബാധകമാണ്. അതായത് വൈകുന്നേരം 6-നും 10-നും ഇടയ്ക്ക് നിങ്ങൾ ഒരു യൂണിറ്റ് ഉപയോഗിച്ചാൽ പകൽ നിങ്ങൾ നൽകിയ യൂണിറ്റുകളിൽ നിന്ന് 1.5 യൂണിറ്റാണ് കുറയ്ക്കപ്പെടുക. ചുരുക്കത്തിൽ സോളാർ ഉള്ളവർ പോലും വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് ബുദ്ധി. നിങ്ങളൊരു സോളാർ സംവിധാനം വീട്ടിൽ ഒരുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി KSEBിയിൽ ചില ഫീസുകൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി KSEBിക്ക് നൽകേണ്ട ഫീസുകളെ കുറിച്ച് തന്നെ നമുക്കൊന്ന് നോക്കാം. PM സൂര്യഘർ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി KSEB പല ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫീസ് സംബന്ധിച്ചാണെങ്കിൽ മുൻപ് വാങ്ങിയിരുന്ന 1000 ഒഴിവാക്കി ഇതിപ്പോൾ ആദ്യത്തെ ബില്ലിൽ മാത്രം നൽകിയാൽ മതി. രജിസ്ട്രേഷൻ ഫീസ് ആണെങ്കിൽ ഇത് കിലോ വാട്ടിന് 300 രൂപ നിരക്കിലേക്ക് കുറച്ചിട്ടുണ്ട്. 10 കിലോ വാട്ട് വരെയുള്ള സിസ്റ്റങ്ങൾക്ക് ഈ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് നൽകേണ്ടതില്ല. മീറ്റർ ടെസ്റ്റിങ്ങിനും മറ്റുള്ള തുകകളും വരുന്ന ആദ്യ ബില്ലിൽ മാത്രം അടച്ചാൽ മതിയാകും. സോളാർ വയ്ക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കാം. ആദ്യമായി pmsurikar.gov.in എന്ന പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യാം. തുടർന്ന് KSEB നിങ്ങളുടെ സ്ഥലത്തെ ഫീസിബിലിറ്റി പരിശോധിക്കും. അനുമതി ലഭിച്ചാൽ അംഗീകൃത വെണ്ടർമാരെ കൊണ്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങാം. പണി പൂർത്തിയായി നെറ്റ് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ സബ്സിഡി തുകയായ 78,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. ഇതിനായുള്ള അപേക്ഷാ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ KSEBിയുടെ സന്ദേശ ആപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോളാർ ഒരു മികച്ച നിക്ഷേപമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 5 മുതൽ 6 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മുടക്കുന്ന തുക ലാഭിക്കാൻ സാധിച്ചേക്കും. ശരിയായ പ്ലാനിങ്ങോടെ സോളാർ വെക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന വൈദ്യുതി ബില്ലില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്കും സാധ്യമാകും. ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് പലരും അനുഭവിക്കുന്നു. വിശ്വസ്തരായ കമ്പനികളെ മാത്രമേ ഈ പരിപാടി ഏൽപ്പിക്കാവൂ എന്ന ഒരു കാര്യം പ്രത്യേകം ഓർക്കുക.